ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്ന ഓണമൊക്കെ അടുത്ത് വരികയില്ലേ. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഏത്തപ്പഴം കൊണ്ടാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇതിനു മുമ്പ് കുറേയധികം പായസത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. സേമിയ പായസം, പരിപ്പ് പായസം, ചക്കപ്പായസം, മത്തങ്ങ പായസം അതൊക്കെ കണ്ട് ഒത്തിരി പേര് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഈ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഈ സൈസിലുള്ള 4 പഴമാണ് എടുത്തിരിക്കുന്നത്. പായസത്തിന് പഴം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമ്മളിത് വേവിച്ച് കഴിഞ്ഞ് ഉടച്ചെടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുകയുള്ളൂ. ആദ്യം നമുക്ക് ഈ പഴം ഒന്ന് വേവിച്ചെടുക്കണം. പഴത്തിൻ്റെ ഈ ഭാവമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം അത് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോൾ പഴം പെട്ടെന്ന് വെന്ത് കിട്ടും. കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന പഴം നമുക്ക് സ്റ്റീമറിൽ വെച്ച് വേവിച്ച് എടുക്കണം. സ്റ്റീമറിൽ താഴെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് അതിൻ്റെ തട്ട് വെച്ചിട്ട് ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പഴക്കഷ്ണങ്ങൾ നമുക്ക് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഈ സ്റ്റീമർ മൂടി പഴം ഒന്ന് വേവിച്ചെടുക്കണം. സ്റ്റീമർ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ നമ്മളിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ സ്റ്റീമറൊന്നും ഇല്ലെങ്കിൽ ഇഡ്ഡലി ചെമ്പോ അല്ലെങ്കിൽ പ്രഷർ കുക്കറിലോ വെച്ച് പഴം വേവിച്ചെടുത്താലും മതി. ഇപ്പം ഒരു 15 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. പഴമൊക്കെ കാണുന്ന പോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പഴത്തിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ട് നമുക്കൊരു കത്തി വെച്ചിട്ട് കുത്തി നോക്കാം. പഴമൊക്കെ നല്ല പാകത്തിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഇത് പായസത്തിന് ആവശ്യമായ ശർക്കരയാണിത്. നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് സ്റ്റവിൽ വെച്ച് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകിയൊക്കെ വന്നിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. കട്ടയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. ഇത് പായസത്തിന് ആവശ്യമായ തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഫ്രഷ് തേങ്ങാപ്പീര മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് പാലെടുത്തിരിക്കുന്നത്. ഇത് പായസത്തിന് ആവശ്യമായ 2 പാലാണ്. 2 കപ്പ് 2 പാലും 1 കപ്പ് 1 പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന കോക്കനട്ട് പൗഡറോ അല്ലെങ്കിൽ ടിന്നിൽ കിട്ടുന്ന കോക്കനട്ട് മിൽക്കോ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ നമ്മളിങ്ങനെ ഫ്രഷ് തേങ്ങ എടുത്ത് പാലെടുത്ത് ഉണ്ടാക്കുമ്പോഴാണ് പായസം കൂടുതൽ ടേസ്റ്റ്. ഇത് പായസത്തിൽ വറുത്തിടാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നെയ്യ്, കശുവണ്ടി ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, തേങ്ങാക്കൊത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, ഉണക്കമുന്തിരി. ഇപ്പോൾ പഴം വേവിച്ച് വെച്ചത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലിയും അതിൻ്റെ പുറത്തെ നാരും എല്ലാം നമുക്ക് പൊളിച്ചു മാറ്റണം. ഇനി പഴം ഇതുപോലെ 2ആയിട്ട് മുറിച്ചെടുക്കണം. അതിന് ശേഷം അതിൻ്റെ അകത്തെ കുരുവെല്ലാം കൈകൊണ്ട് ഇങ്ങനെ പൊളിച്ചു മാറ്റാം. ഇനി കുരുവെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന ഈ പഴം നമുക്ക് ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കണം. നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് വേണമെങ്കിൽ ഒന്ന് അരച്ചെടുത്താലും മതി. പഴം നല്ലതുപോലെ ഉടച്ചെടുത്താൽ മാത്രമേ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ പഴമെല്ലാം ഈ കാണുന്ന പോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കട്ടയില്ലാതെ തന്നെ ഉടച്ചെടുക്കണം, അല്ലെങ്കിൽ പായസത്തിൽ ഇങ്ങനെ കട്ട പോലെ കിടക്കും. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഒരു പാനിൽ കുറച്ച് നെയ്യ് ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് നമുക്ക് വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന പഴവും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പഴം ചേർത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ആ നെയ്യെല്ലാം പഴത്തിൽ പിടിക്കുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം. ശർക്കരയിൽ ചെറിയ അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ അരിച്ചൊഴിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വീണ്ടും നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം.
നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പഴമൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും. പഴമൊക്കെ ഒന്ന് ശർക്കരയിലൊന്ന് നന്നായിട്ട് പിടിക്കുന്നത് വരെ നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ശർക്കരയെല്ലാം പഴത്തിൽ നല്ലതുപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 2ാം പാലും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 2ാം പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം പായസം ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ 2ാം പാൽ ചേർത്ത് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പായസം ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്തതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പായസം തിളക്കാൻ അനുവദിക്കരുത്. ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ 1ാം പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പായസം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് നെയ്യ് ചൂടാക്കാൻ വെക്കാം. നെയ്യ് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങാക്കൊത്ത് ചെറിയ ബ്രൗൺ കളർ ആവുന്നവരൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തേങ്ങാക്കൊത്ത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കശുവണ്ടി കൂടി ചേർത്ത് വഴറ്റാം. കശുവണ്ടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റണം. കശുവണ്ടി എല്ലാം ഒന്ന് മൂത്ത് ചെറിയ ബ്രൗൺ കളറും മുന്തിരിയൊക്കെ ഒന്ന് നന്നായിട്ട് വീർത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൽ നിന്ന് നമുക്ക് കുറച്ച് മാറ്റി വെക്കാം. അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. ബാക്കിയുള്ളത് നമുക്ക് ഈ പായസത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായ പഴം പ്രഥമൻ അഥവാ പഴം പായസം റെഡിയായി കഴിഞ്ഞ് ഈ പായസം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ രുചികരമായ പഴം പായസം റെഡിയായി കഴിഞ്ഞാൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണത്തിനൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.